നമസ്കാരം. കണ്ടുമറയുന്ന ഓരോ കാഴ്ചകളും ഓർമ്മ പുസ്തകത്തിലെ ചിത്രങ്ങളാണ്. വാർത്താജാലകങ്ങളിൽ ബാക്കിയാവുന്ന വാസ്തവങ്ങളുമായി ഈലക്കം കാഴ്ചയ്ക്കപ്പുറം തുടങ്ങുന്നു. സാഹസികതയിലൂടെ പ്രേക്ഷകനെ ത്രസിപ്പിക്കുന്ന സർക്കസ് ആധുനിക കാലത്തും ജനപ്രിയ കലയായി മുന്നേറുകയാണ്. വിനോദത്തിലുപരി പ്രേക്ഷകന്റെ നെഞ്ചിടിപ്പേറ്റുന്ന അഭ്യാസ മുറകളാണ് സർക്കസിന്റെ മുഖമുദ്ര. അപകടത്തെ മുഖാമുഖം കണ്ടുള്ള ഈ ഞാണിന്മേൽ കളിയിൽ ഒന്ന് പിഴച്ചാൽ പ്രത്യാഘാതം ഭീകരവുമാണ്. പുനരുജ്ജീവനത്തിൻ്റെ പുതുപാതയിൽ വൈവിധ്യങ്ങളുടെ വിരുന്നൊരുക്കുന്ന സർക്കസ് കൂടാരങ്ങളിലേക്ക് പ്രേക്ഷക ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഈലക്കം കാഴ്ചയ്ക്കപ്പുറത്തിൽ ആദ്യമായി. ഒരു സർക്കസ് കൂടാരം നിരവധി കലകളുടെയും സംസ്കാരത്തിന്റെയും കേന്ദ്രമാണ്. ഉപജീവനത്തിനായി തങ്ങളുടെ ജീവിതം കാഴ്ചക്കാരന് സമർപ്പിക്കുന്നവരാണ് സർക്കസ് റിങ്ങിലെ കളിക്കാർ. സാഹസികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച് പലപ്പോഴും കയ്യടി നേടാറുണ്ട് ഇക്കൂട്ടർ. ജീവിതം തിരിച്ചുപിടിച്ചു എന്നിവർ ഉറപ്പിക്കുന്നത് 2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഷോ കഴിയുമ്പോൾ മാത്രമാണ്. സർക്കസിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. സാമ്പത്തികമായ ഭദ്രത ഇന്ന് നിലവിലുള്ള സർക്കസ് കമ്പനികൾ നേടിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരിക്കൽ ഈ രംഗത്തേക്ക് എത്തുന്നവർ മറ്റൊന്നിലേക്ക് മടങ്ങാറില്ല. സാഹസികത ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് ഇവരിൽ ഏറെ പേരും. ആയതിനാൽ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും മുഖത്തൊരു ചെറുചിരി തന്റെ പ്രേക്ഷകനായി നിലനിർത്താൻ അഭ്യാസികൾ ശ്രമിക്കാറുമുണ്ട്. ഒരു സർക്കസ് കൂടാരത്തിന് പിന്നിൽ അനേകം കഷ്ടപ്പാടുകളുണ്ട്. വേദിയിലെത്താത്ത, കയ്യടി ലഭിക്കാത്ത അനേകം അധ്വാനികളും ഇക്കൂട്ടത്തിലുണ്ട്. റിങ്ങിൽ വീണ് മരിച്ചവരുടെ മുഖം മുന്നിലുണ്ടെങ്കിലും തുടർച്ചയായ പരിശീലനം തങ്ങൾക്ക് തുണയാകുമെന്ന ഉറപ്പിന്മേലാണ് ഇവർ റിങ്ങിലെത്തുന്നത്. ഈ ബോണിനടി വെച്ചിട്ടുണ്ട്, ഈ ട്രപ്പീസിന്റെ മുകളിൽ. പിന്നെ എൻ്റെ കൂടെ കളിച്ച 2 ആൾ മരിച്ചു പോയി. റിസ്ക് എല്ലാം ഉണ്ട്. ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ ദൈവത്തിൻ്റെ ഒരു ഇതും കൊണ്ട് അങ്ങനെ പോകുന്നു. വയസ്സായതുകൊണ്ട് പിന്നെ അങ്ങനെ എല്ലാം കഴിയാതുകൊണ്ടും പിന്നെ എല്ലാം നിർത്തി വെച്ചാൽ പുറത്ത് വേറെ പണിയെല്ലാം കിട്ടീന്. അങ്ങനെ പിന്നെ പോകാൻ പറ്റാതെ കൊണ്ട് വേറെ എന്തിനായിരിക്കും സർക്കസ് തന്നെ അങ്ങനെ കൊണ്ടുപോകാന്ന് വെച്ചിട്ട് അങ്ങനെ കിട്ടുക. സർക്കസിൽ വിഷമമൊന്നുമില്ല. കളിക്കാരന്റെ സാഹസം കാണികളിൽ ഒരു ചിരിയോ അത്ഭുതമോ പടർത്തുന്നുവെങ്കിൽ അതാണ് അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലം. സാഹസത്തിനപ്പുറം സർക്കസിനെ ജനകീയമാക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് മൃഗങ്ങളെ ഉപയോഗിച്ചുള്ള പരിപാടികൾ. മനുഷ്യരെക്കാൾ അനുസരണയും നന്ദിയുമുള്ള ഈ മൃഗങ്ങൾ അവരുടെ കർമ്മം കൃത്യതയോടെ നിർവഹിച്ച് മടങ്ങാറുമുണ്ട്. എല്ലാവർക്കുമുണ്ട് ഈ സർക്കസ് കൂടാരത്തിനുള്ളിൽ ചിട്ടയായ ജീവിതശൈലി. ഭക്ഷണം, വിശ്രമം, പരിശീലനം തുടങ്ങിയ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ല. അക്കാര്യങ്ങളിൽ മനുഷ്യനും മൃഗവും എല്ലാം ഒരുപോലെ. പഴയ കളിക്കാർ പിന്നീട് ഉസ്താദുമാരാകും. പിന്നെ റിംഗ് അവർക്ക് അന്യമാകും. എങ്കിലും വലിയ അനുഭവങ്ങൾ ഉള്ളവരാണ് എല്ലാവരും. പിന്നെ എൻ്റെ കൂടെയാണ് ഷാറുഖ് ഖാൻ ആദ്യമായിട്ട് സർക്കസിൽ വന്നത്. ഷാറുഖ് ഖാനെ ഞാൻ ജിംനാസ്റ്റിക് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം മൂപ്പർ പിക്ചറിൽ വന്നത്. ആദ്യം TV സീരിയലിലായിരുന്നു. പിന്നെ എൻ്റെ കൂടെ സർക്കസ് സീരിയൽ എടുത്തിരുന്നു. ഒരു സർക്കസ് സീരിയൽ എന്ന് പറഞ്ഞിട്ട് ഷാറുഖ് ഖാൻ്റെ. അതിനുശേഷം പിന്നെ പിക്ചറിൽ ചാൻസ് കിട്ടുന്നത്. അപ്പോൾ അതെല്ലാം നല്ലൊരു ഓർമ്മകൾ അനുഭവമാണ്. പിന്നെ നമ്മൾ വിചാരിച്ചാൽ ഷാറുഖ് ഖാൻ ഇത്ര വലിയ ആളാണെന്ന് നമ്മളെ കൂടെ ഇങ്ങനെ കളിച്ച് നടന്നതാണ്. ഇപ്പം വലിയ ആളെ നമുക്ക് അടുത്തേക്ക് പോകാൻ പറ്റില്ല. ചെറിയ കുട്ടികളെ മുതൽ വൃദ്ധരെ വരെ ഒരുപോലെ രസിപ്പിക്കുന്ന ചേരുവകളാണ് സർക്കസിന്റെ മുഖ്യ ആകർഷണം. സിനിമയുടെയും മറ്റു മാധ്യമങ്ങളുടെയും അതിപ്രസരം സർക്കസ് എന്ന കലയെ ബാധിച്ചു എന്ന് പറയുന്നവർക്കുള്ള ചുട്ട മറുപടിയാണ് ഇന്നും കേരളത്തിൽ സജീവമായിട്ടുള്ള രാജ്കമൽ സർക്കസ്. അവതരണ ശൈലിയും കാലത്തിനൊത്തുള്ള മാറ്റവുമാണ് രാജ്കമൽ സർക്കസിനെ ഇന്നും ഈ രീതിയിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. എന്നാൽ ചില പ്രതിസന്ധികൾ ഇപ്പോഴും ഇല്ലാതെയില്ല എന്നാണ് രാജ്കമൽ സർക്കസ് മാനേജർ ബഷീർ പറയുന്നത്. ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഒന്ന് ഗ്രൗണ്ടുകൾ ലഭ്യമല്ലാത്തതാണ്. ഈ പുത്തരിക്കണ്ടം സിറ്റിക്കകത്ത് കേരളത്തിൻ്റെ ക്യാപിറ്റൽ നഗരമായ അതും ഒട്ടുമിക്ക സർക്കസും മലയാളികളുടേതാണ്. എത്രയോ മലയാളികൾ ഈ സർക്കസ് കൊണ്ട് ഉപജീവനം നയിക്കുന്നു. അങ്ങനെയുള്ള ഒരു സർക്കസിൻ്റെ മലയാളികളുടെ സർക്കസിൻ്റെ നാടായ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ ഞങ്ങൾക്കൊരു ഗ്രൗണ്ട് ഇല്ല. ഇത്
ഗവൺമെൻറ് മറ്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് മറ്റ് എന്തോ പരിപാടിക്ക് വേണ്ടി എടുത്തിട്ട് ഒരു സ്ഥലം ഒരൊറ്റ സർക്കസ് നടത്താനായിട്ടുള്ള അനുമതി മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇനി ഭാവിയിൽ ഇപ്പോൾ ഇവിടെ മറ്റ് കൺസ്ട്രക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സർക്കസ് നടത്താൻ പറ്റില്ല. ഒരു ചെറിയ തുക കൊടുത്ത് 2.5 മണിക്കൂർ നീണ്ട സർക്കസ് കാണാനെത്തുന്ന കാണികളോട് പറയാനുള്ളത് ഒന്നു മാത്രം: ഓർക്കുക, സർക്കസിൽ സിനിമയിലേതുപോലെ റീടേക്കില്ല. റിങ്ങിൽ കളിക്കിടയിൽ പറ്റുന്ന ഒരു അബദ്ധം നാടകത്തിലേതുപോലെ പിന്നീട് തിരുത്താനുമാകില്ല. ജീവൻ പണയം വെച്ചുള്ള കളിയിൽ പിഴച്ച് ഗുരുതര പരിക്കിന് വിധേയരാകുന്നവരെയും സർക്കസ് കൂടാരങ്ങളിൽ നമുക്ക് കാണാം. ദുരിതങ്ങളിൽ ഉഴലുന്ന ഇവരുടെ സംരക്ഷണം സർക്കസ് കമ്പനികളുടെ മാത്രം ബാധ്യതയല്ല. റിംഗിലെ കളിക്കാർക്ക് സർക്കാർ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തണമെന്നാണ് കാഴ്ചയ്ക്കപ്പുറത്തിന് അഭ്യർത്ഥിക്കാനുള്ളത്.